എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ ഓണത്തിന് ഞങ്ങളോട് അമ്മയുണ്ട് കൂടെ. അമ്മയ്ക്കിപ്പം 96 വയസ്സ് കഴിഞ്ഞ് 97ാമത്തെ വയസ്സാണ്. മിക്കവാറുമൊക്കെ എല്ലാ ഓണത്തിനും അമ്മ ചേച്ചിമാരുടെ കൂടെയോ അല്ലെ ചേട്ടൻ്റെ വീട്ടിലോ ഒക്കെ ആയിരിക്കും. കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ന്യൂസിലൻഡിലായിരുന്നു അല്ലേ അമ്മേ? കഴിഞ്ഞ വർഷം അമ്മ ഓണം ആഘോഷിച്ചത് ന്യൂസിലൻഡിലായിരുന്നു. എവിടെയായിരുന്നു അമ്മ കഴിഞ്ഞ പ്രാവശ്യം? ന്യൂസിലാൻഡിലായിരുന്നു. 11 മാസം. എത്ര മാസം നിന്ന് അവിടെ? 9 മാസം നിന്ന് അവിടെ ഐസ് സ്കേറ്റിങ്ങും ഒക്കെ നടത്തി അമ്മ വന്നേ. ഇപ്പോൾ അമ്മയ്ക്ക് 97 വയസ്സാവുന്നു. ഇപ്പോഴും അമ്മ നല്ല ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങളുടെ കൂടെ അമ്മ കൂടുകയാണ്. അത് അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഓണമാണ്. പിന്നെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും എല്ലായിടത്തും ഉള്ളതല്ലേ. അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പിണക്കങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ കഴിഞ്ഞുകൂടി പോന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ നല്ല മനോഹരമായ ഒരു അത്തപ്പൂ ഇട്ടു. ഒത്തിരി പൂ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ എല്ലാം ഇടാൻ പറ്റിയില്ല. മൊത്തം പൂ ഇടാൻ പറ്റില്ല. നമ്മുടെ വരാന്ത മൊത്തത്തിൽ നിറഞ്ഞു. അപ്പോൾ ഈ മുറ്റത്തായിരുന്നു നമുക്ക് ഇടേണ്ടിയിരുന്നു. പക്ഷെ മുറ്റം മൊത്തം ഈ പ്രാവശ്യം മഴയായതുകൊണ്ട് നമുക്കത് മുറ്റത്തിടാൻ പറ്റിയില്ല. നമ്മൾ ചാണകമൊക്കെ മെഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ശുദ്ധി വരുത്തി അതിൻ്റെ മേളിലാണല്ലോ നമ്മൾ അത്തപ്പം ഇടുന്നത്. പക്ഷെ മഴയായതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിണ്ണയിലിട്ടു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുഴപ്പമുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ കവിത ഇതാണോ? നോവൽ ഇവിടെ ഇരിപ്പുണ്ട്. കുറെ വായിക്കണമെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ പൂക്കളം അടിപൊളിയായിട്ടുണ്ടല്ലേ? അതെ, ഒത്തിരി പൂ പ്രാവശ്യം കിട്ടി ഞങ്ങൾക്ക്. ഇനി വലിയ പൂക്കളത്തിലുള്ള പൂ ഇനി 1.5 കിലോ പൂവോളം ഇനിയും ഇരിപ്പുണ്ട്. അമ്മമ്മ കൊച്ചുമോള് ജർമ്മനിയിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ അവളോട് സംസാരിച്ചോണ്ടിരിക്കുക. ഇപ്രാവശ്യം ഞങ്ങൾ ഇതേ കണ്ടോ? ഇപ്രാവശ്യം ഞങ്ങൾ ഓണം ഭയങ്കര അടിപൊളിയാക്കി. പൂക്കളം എല്ലാം ഇട്ടു. ഒരാള് സാധാരണ ഇതെല്ലാം നമ്മുടെ ഒറിജിനൽ പൂവല്ലേ, ഞങ്ങളുടെ ഒറിജിനൽ പൂവല്ല, പ്ലാസ്റ്റിക് പൂവാ ഇപ്രാവശ്യം ഇട്ട്. നമ്മുടെ ഒപ്പം നമ്മുടെ മക്കളില്ല, അവര് വെളിയിലായത് കാരണം അതൊരു വിഷമം തന്നെയാണ്. 2 പേരും പുറത്തായതുകൊണ്ട് ഞങ്ങളും 3 പേര് മാത്രമേ ഉള്ളൂ. അമ്മയും ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇതേ ഞങ്ങളുടെ അത്തപ്പൂ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നതേ കണ്ടോ. പിന്നെ നമ്മുടെ മുറ്റത്ത് ഇതൊക്കെ ഇട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളുടെ നൃത്തം നടത്തുന്ന സംഘടനകളുടെയും ഡാൻസ് കമ്പനികളുടെ ശാലുമേനോൻ്റെ ഒക്കെ ഇവിടെ വെച്ച് നമ്മൾ ഒരുപാട് ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 6 തലമുറയ്ക്കോളം ചമ്മന്തി അരച്ച ഒരു കല്ലാണ് ഇത് കണ്ടോ. തേഞ്ഞ് അങ്ങേയറ്റം പറ്റിയ കണ്ടോ. ഇതുപോലെ നമ്മളെല്ലാം ഉരലുകളാണ്. ഒരുപാട് വർഷത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉരലുകളാണ്. ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് ടേബിളൊക്കെ സംഘടിപ്പിച്ച് അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കളുടെയോ കുഞ്ഞുങ്ങളുടെയോ ഒക്കെ വിവാഹത്തിന് മുമ്പുള്ളതും വിവാഹത്തിന് ശേഷമുള്ളതുമായ ഫോട്ടോഷൂട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ നമ്മൾ ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫാമിലിക്ക് ഒരു ദിവസത്തേക്കൊക്കെ, 1 ദിവസമോ 2 ദിവസത്തേക്കൊക്കെ നമ്മൾ ഫാമിലിയായിട്ടുള്ളവർക്ക് നമ്മൾ ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വന്ന് താമസിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പിറകാലെ അറിയിക്കുന്നതായിരിക്കും. എല്ലാം നമ്മൾ ഉരലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിളെല്ലാം ഉരലിലാണ്. അങ്ങനെ ഇലയൊക്കെ വെട്ടാൻ വേണ്ടി പോവുക. നമ്മുടെ വസ്തുവിനകത്ത് ഇലയില്ല. അപ്പുറത്തെ രാധാകൃഷ്ണൻ്റെ
പറമ്പിൽ നിന്ന് ഇല വെട്ടുന്നേ. ഒരു ചെറിയ ഇല വേണേ വിളക്കത്ത് വെക്കാൻ. ആ ചെറുത് മതി. ഇത് രാധാകൃഷ്ണൻ്റെ വീടാണ് ഞങ്ങളുടെ അപ്പുറത്തെ. ഇനി ഒരു 3 എണ്ണം കൂടെ മതി കേട്ടോ. ആ ഇവിടെ നിറച്ച് കപ്പ നട്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഓണമൊക്കെ ഭംഗിയായിട്ട് ആഘോഷിച്ചല്ലോ ഇല്ലേ? നമ്മുടെ വീട് ഇവിടെ നിന്നാ കാണാം. കണ്ടോ? കിട്ടിയോ? ഈ ഇലയും കൂടെ എടുക്ക. ഇതോ ഇതെന്തോ കൊലയാ? ചെറിയ കൊലയാ, പക്ഷെ വിളഞ്ഞ പഴുക്കാനായില്ലേ? അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇല വെട്ടിയിട്ട് പാത്തൂനൊക്കെ ഓണമല്ലേ, പാത്തൂനൊക്കെ ഭക്ഷണം കൊടുക്കാം. തിടുക്കമായി. ഇപ്പൊ രണ്ടുപേരും തന്നെ ഇറങ്ങി കൂടും. കണ്ടോ? പാത്തൂ ഞാനാ വിളിക്കുന്നേ. ഇതെന്തോന്നാണ്ട ഒരാള് കാലേ കയറി ഇരിപ്പായിട്ടോ. കുഞ്ഞാള് പോകുന്നുണ്ടോ? പഴം തിന്നുന്നുണ്ട്. പഴം തിന്നുവേ. കേറി ഇവിടെ നന്നായിട്ട് കഴിക്കും കേട്ടോ. പക്ഷെ ഈ കുഞ്ഞിപ്പാത്ത് കഴിക്കത്തില്ല. അവർക്ക് ഇഷ്ടമല്ല, കഴിക്കാനും ഇഷ്ടമല്ല, അറിയത്തുമില്ല. ഇവിടെ ഈ പാത്രം ഇരിക്കുന്ന കണ്ടുകൊണ്ടാണ് അവള് ചാടി അമ്മയുടെ കോള കയറിയത്. കണ്ടോ? ഇവിടെ ഇപ്പൊ പറക്കും. ഇവിടെ പാത്ത് കുഞ്ഞ് ഇതാണ് വലിയ പാത്ത്. വലിയ പാത്തിന് പഴം ഇഷ്ടോ? അതേ കേട്ടോ. അവള് പഴം കഴിക്കും. അവള് തനത്താനെ കൊത്തിട്ടില്ല. അമ്മയുടെ തലയിൽ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് പതിവില്ലാതെ എന്താ ഇവിടെ നിന്നൊക്കെ ഉള്ള ഇവൻ വന്ന് ഇങ്ങനെ നോക്കുക. എന്താ മോനെ? മോൻ എന്തോ അതെല്ലാം മനസ്സിലായോ? ഇവാ കൂട്ടോ കുഞ്ഞിന് കഴിക്കാനുള്ള അല്ല. തോരനെടുത്തോ? അപ്പോൾ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ണാൻ പോവാണ്. എല്ലാവർക്കും ടാറ്റ.